ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ചുരുക്കിട്ടിട്ടുള്ളൊരു സ്കേർട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത ഫ്രണ്ടിൽ ബെൽറ്റ് ടൈപ്പും ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന ഒരു പാറ്റേണാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് ഇതുപോലത്തെ ഒരു അളവ് സ്കേർട്ട് ആദ്യം എടുക്കുക. എന്നിട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 15 ഇഞ്ചാണ് നമുക്ക് ഈ സ്കേർട്ടിൽ ലെങ്ത്ത് കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ അരവണ്ണമാണ്. ഇവിടെ അരവണ്ണം കിട്ടുന്നത് 10.5 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 10.5 + 10.5 21 ഇഞ്ച്. ഇതാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ അരവണ്ണം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഇലാസ്റ്റിക് ഇടേണ്ട വീതി, ആ ഒരു ബെൽറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അളവ് സ്കേർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം എടുക്കേണ്ട അളവുകൾ. ഇനി ഇത് നമുക്ക് ഈ ഒരു തുണിയിൽ അടയാളപ്പെടുത്താം. അപ്പോൾ 15 ഇഞ്ചാണ് ഇറക്കം. അപ്പോൾ ഞാൻ മുകളിൽ വേസ്റ്റ് ബെൽറ്റ് വേറെയാണ് വെക്കുന്നത്, സെപ്പറേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് അത് അറ്റാച്ച് ചെയ്യാൻ ഇവിടെ നിന്ന് കൊടുത്തിട്ട് ബാക്കി ടേപ്പിൽ നിന്ന് നമ്മളിവിടെ നിന്ന് ഒരു 13.5 ഇഞ്ച് അടയാളപ്പെടുത്താണ്. അപ്പോൾ ഇറക്കം നമ്മൾ 15 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് 1.5 ഇഞ്ച് വേസ്റ്റ് ബെൽറ്റ് വേണം, നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ബെൽറ്റായിട്ട് അറ്റാച്ച് ചെയ്യണം. ബാക്കി താഴെ മടക്കി തയ്ക്കാൻ ഒരു 3 ഇഞ്ചെങ്കിലും എക്സ്ട്രാ ഇടാണ്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി സ്കേർട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു 55 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കയ്യിലുള്ള തുണി അനുസരിച്ച് ഞാൻ വീതി എടുത്തേക്കണം. അപ്പോൾ നമുക്ക് അത്ര ചുരുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ 2 പീസ് ഉണ്ട്. ഇനി 2 പീസും ഇതുപോലെ നല്ല വശം ചേർത്ത് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. വീതി എടുക്കുന്നത് ഈ ഒരു പീസിന് 19 ഇഞ്ചുണ്ട്. പ്ലസ് ഒരു 10 ഇഞ്ച് കൂട്ടി 29 ഇഞ്ചിൽ അടയാളപ്പെടുത്താണ്. അപ്പോൾ നമ്മുടെ അരവണ്ണം വരുന്നത് നമ്മൾ 21 ഇഞ്ച് എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഞാനൊരു 8 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുകയാണ്. ചുരുക്ക് കൂടുതൽ ഇലാസ്റ്റിക് ഇടുമ്പോൾ ചുരുക്ക് കൂടുതൽ കിട്ടാനാണ്. അപ്പോൾ നമുക്ക് 29 ഇഞ്ച് കിട്ടും. നമ്മൾ അതിനുള്ള എക്സ്ട്രാ ഇട്ടില്ലെങ്കിൽ ആ കറക്റ്റ് അളവിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇലാസ്റ്റിക്കിൽ നിന്ന് ആ പാവാട കയറ്റാൻ പാടായിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്. അപ്പോൾ നമുക്ക് 8 or 4 ഇഞ്ച് വരെ ഇടാം. അപ്പോൾ അതനുസരിച്ച് നമുക്കവിടെ ചുരുക്ക് കിട്ടും. ഇനി ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൽ 1.5 ഇഞ്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പ്ലസ് 1.5 ഇഞ്ച് കൂട്ട് 3 ഇഞ്ച്. അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇതുപോലെ മടക്കി തയ്ക്കാൻ. ഇനി ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ചുരുക്കിടാനാണ്. അപ്പോൾ അവിടെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളും. എന്നിട്ട് ഇതുപോലെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു നൂല് ഇതുപോലെ വലിച്ച് പിടിക്കുക. എന്നിട്ട് ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ചുരുക്ക് കിട്ടും. അപ്പോൾ ഈ ചുരുക്ക് ഇട്ടിട്ട് ആ കിട്ടുന്ന അളവ് 29 ഇഞ്ചായിരിക്കണം. ആ വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്ത് വീതി തന്നെ വേണം നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെയും വീതിയായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിവിടെ ഞാൻ ഫുള്ളും ഇതുപോലെ ചുരുക്കിട്ടിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ നമ്മളവിടെ കൊടുത്തിരിക്കുന്ന വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സെയിം വീതിയിൽ തന്നെ വേണം ഇവിടെ ചെയ്യാൻ. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കേർട്ടിനായിട്ട് അറ്റാച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇതുപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ. നമുക്കിവിടെ നോക്കാം. നമുക്കിപ്പോൾ തയ്ച്ചതിന് ശേഷം നമുക്കിവിടെ 29 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ മറ്റേ 1/2 ഇഞ്ച് നമ്മൾ ആ ഒരു സൈഡിൽ തയ്ക്കാൻ വേണ്ടി വിടണം. ഇനി ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു ഒറ്റ ഭാഗത്ത് നിന്ന് ഇതുപോലെ നല്ല റോങ് സൈഡിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് പോകും. ഈ വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലും പോവും, ഒരു 1/2 ഇഞ്ച് താഴെയും പോവും. അപ്പോൾ അങ്ങനെ 1 ഇഞ്ച് ആണ് ഞാനവിടെ തയ്യൽ തുമ്പ് ഇട്ട്. അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 1.5 ഇഞ്ചിൽ ആ വേസ്റ്റ് ബാൻഡ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് വേസ്റ്റ് ബാൻഡ് ആദ്യം എടുക്കുന്നത്. നമ്മളിതുപോലെ മടക്കി വയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് 1.5 ഇഞ്ച് കിട്ടുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് 3 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 4 ഇഞ്ച് എടുക്കുക. ഇനി ഇതുപോലെ ഈ ഒരു ചുരുക്കിൻ്റെ മുകളിലായിട്ട് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഭാഗം മടക്കിയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ജസ്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇത് ഫുള്ളും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ മാത്രം ഇലാസ്റ്റിക് ഇടുന്നില്ല. അപ്പോൾ അവിടുത്തെ
വണ്ണം നമ്മൾ അളവ് എടുത്തതിൽ 10.5 ഇഞ്ചാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കിയിട്ട് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭാഗം ബെൽറ്റ് പോലെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ജോയിൻ ചെയ്യരുത്. ഇപ്പോൾ 10 ഇഞ്ച് വരെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 15.5 ഇഞ്ച് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൽ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ വീതി 10.5 ഇഞ്ചാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 1 ഇഞ്ച് കൂട്ടി അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂട്ടി 11.5 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ബാക്കിലും 10.5 ഇഞ്ച് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ട് ഞാൻ ഇലാസ്റ്റിക് എടുക്കുകയാണ്. ഇതുപോലെ ഒരു അറ്റത്ത് പിൻ കുത്തിയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അരവണ്ണം വരേണ്ടത് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൽ ഒരു സൈഡിലത്തെ വണ്ണം നമ്മൾ കണ്ടുപിടിച്ച് 10.5 ഇഞ്ചാണ്. അപ്പോൾ അവിടെ ഇലാസ്റ്റിക് ഇടുന്നില്ല. ബാക്കി 10.5 ഇഞ്ചിലാണ് നമ്മളിവിടെ ഇലാസ്റ്റിക് ഇടുന്നത്. അപ്പോൾ ആ ഇലാസ്റ്റിക്കിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എക്സ്ട്രാ ഇടാണ്. നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അതിൽ ഒരു 1/2 ഇഞ്ചോ പോകും. എന്നിട്ട് ഇവിടെ അതൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് അടക്കം ഒന്ന് സ്റ്റിച്ച് ചെയ്യാണ്. അതുപോലെ ഈ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ഇലാസ്റ്റിക് അതിനുള്ളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരും. അപ്പോൾ അത് മുന്നേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആ 2 അറ്റ സൈഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക. ഇപ്പം ഞാൻ ആ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതുപോലെ വളരെ സിമ്പിളാണ്. നമുക്ക് ഫ്രണ്ടിൽ അതുപോലെ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കായിട്ട് തയ്ക്കാം. അപ്പോൾ ഇവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇലാസ്റ്റിക് കിടക്കുന്നത്. അപ്പോൾ അത് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യുക. അത് വളഞ്ഞൊന്നും പോകരുത്. ഇനി ഈ ഒരു ഭാഗം ജസ്റ്റ് മടക്കി തയ്ക്കാനുള്ളൂ. ഇതുപോലെ ചുരുക്കിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇത് ബാക്ക് സൈഡാണ്. അവിടെയാണ് ചുരുക്ക് കൂടുതൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അരവണ്ണം നമ്മൾ 10.5 ഇഞ്ചാണ്. അതിവിടെ മാർക്ക് ചെയ്യാം. ബാക്കി ഇവിടെ തയ്യൽത്തുമ്പ് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 പീസിൻ്റെയും നല്ല വശം ചേർത്തിട്ട് വേണം സൈഡ് ഭാഗം ജോയിൻ ചെയ്യാൻ. അപ്പം നമ്മൾ ആദ്യം അളവ് സ്കേർട്ടിൽ അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വേസ്റ്റ് ബാൻഡ് നമുക്ക് കിട്ടിയത് അരവണ്ണം കിട്ടിയത് 10.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 10.5 + 10.5 21 ഇഞ്ച് പ്ലസ് 8 ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിരുന്നത്. ആ ഒരു ചുരുക്കാണ് നിങ്ങൾ ബാക്ക് സൈഡിൽ കാണുന്നത്. ഇനി ഇവിടെ ഞാൻ മടക്കി തയ്ക്കാനുള്ള തയ്യൽത്തുമ്പ് ഇട്ടിരുന്നു 3 ഇഞ്ച്. അത് ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ 8 ഇഞ്ച് എന്ന് പറയുന്നത് എക്സ്ട്രാ ഇതുപോലെ ചുരുക്ക് കിട്ടാനാണ് ബാക്ക് സൈഡിൽ. അപ്പോൾ ഒരിക്കലും കറക്റ്റ് അളവിൽ വേസ്റ്റ് ബാൻഡ് എടുക്കരുത്. ചുരുക്കും കൂടി കൂട്ടിയിട്ട് 8 ഇഞ്ച് എടുക്കുക. അപ്പോൾ 29 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കറക്റ്റ് വേസ്റ്റ് ബാൻഡിൽ 21 ഇഞ്ചിലേക്ക് വരും. കാരണം നമ്മൾ എടുത്തേക്കുന്ന ഇലാസ്റ്റിക് എത്രയാണ്? 21 ഇഞ്ചാണ്. ഒരു സൈഡാണ് 10.5 ഇഞ്ച് എടുത്ത്, മറ്റേതിൽ ഇലാസ്റ്റിക് എടുത്തിട്ടില്ല. സാധാരണ നമ്മൾ സ്കേർട്ട് തയ്ക്കുമ്പോൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൻ്റെ ഇലാസ്റ്റിക് ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ 10.5 ഇഞ്ചാണ് ബാക്ക് സൈഡിലത്തെ ഇലാസ്റ്റിക്. ഫ്രണ്ടിൽ ഇതുപോലെ 10.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇല്ലാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 10.5 ഇഞ്ചിൽ വേസ്റ്റ് ബാൻഡ് വന്നു. ഇതുപോലെയാണ് ഫ്രണ്ടിൽ ബെൽറ്റും ബാക്കിൽ ഇലാസ്റ്റിക്കായിട്ടുള്ള സ്കേർട്ട് തയ്ച്ചു കൊടുക്കേണ്ടത്. നല്ല ഭംഗിയാണ് ഈ ഒരു ടോയ് സ്കേർട്ട് കാണാൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ചുരുക്കിട്ടിട്ടാണല്ലോ ഫുള്ളും തയ്ക്കാറ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. താഴ്ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ നൈറ്റി ഫാബ്രിക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്